വാർത്തകളിലേക്ക് വിശദമായി. മസാല ബോണ്ട് കേസിലെ ഇ.ഡി. സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കിഫ്ബിയും മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. പുതിയ സമൻസ് അയച്ചതിൽ ഇ.ഡി. ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയേക്കും. വിവരങ്ങൾ എ.ടി. അശ്വതി നൽകും. അശ്വതി, ഈ കേസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. തോമസ് ഐസക്കും കിഫ്ബിയും ഒപ്പം തന്നെ ഇ.ഡിയും തമ്മിലുള്ള ഈ നിയമപരമായ വഴികളിലൂടെയുള്ള ഒളിച്ചുകളിയും ഒക്കെ തുടരുന്നു. ഇന്ന് എന്തൊക്കെയാണ് ഹൈക്കോടതിയിൽ നടക്കാനിടയുള്ളത്? ലിബീഷ്, മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കുന്ന ഇ.ഡി. സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുക. കിഫ്ബിയും മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. പുതിയ സമൻസ് അയച്ചതിൽ ആണ് ഇന്ന് ഇ.ഡി. ഒരുപക്ഷെ വിശദീകരണം നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. കിഫ്ബി നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ സമൻസ് എന്നാണ് ഇ.ഡി. നൽകിയിരിക്കുന്ന വിശദീകരണം. അതായത് കിഫ്ബിയിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തോമസ് ഐസക്കിന് പുതിയ സമൻസ് നൽകിയതെന്നാണ് ഇ.ഡി. വ്യക്തമാക്കുന്നത്. ഇതിൽ കൂടുതൽ വിശദീകരണമായിരിക്കും ഇന്ന് ഇ.ഡി. നൽകുക. ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടതില്ലെന്നാണ് തോമസ് ഐസക്കിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസവും നമുക്കറിയാം ഈ സമൻസ് അയച്ചിരുന്നു. 12-ാം തീയതി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചിരുന്നു. പക്ഷെ അന്നും അദ്ദേഹം ഹാജരായിരുന്നില്ല. ഇ.ഡി. ആവശ്യപ്പെട്ട കൂടുതൽ രേഖകൾ നൽകാൻ കിഫ്ബി സാവകാശവും തേടിയിരുന്നു. സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഈ സാവകാശം വേണമെന്ന് കിഫ്ബി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തോമസ് ഐസക്കിന് പുതിയ സമൻസ് നൽകിയിട്ടും അദ്ദേഹം ഹാജരായിട്ടില്ല. അക്കാര്യത്തിലും ഒരുപക്ഷെ ഇന്ന് വിശദീകരണം നൽകാനുള്ള സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാണ് ഹാജരാകാത്തത് എന്നൊക്കെ മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നത് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. ഒപ്പം തന്നെ തന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി, വ്യക്തിപരമായിട്ടുള്ള വിശദാംശങ്ങൾ കൂടി ഇ.ഡി. ചോദിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സമൻസിനെല്ലാം കോടതിയിൽ ചലഞ്ച് ചെയ്തിരുന്നത്. ഒരുപക്ഷെ ഇന്നും സമാനമായ രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കാനുള്ള ശ്രമമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. കിഫ്ബി നൽകിയിട്ടുള്ള പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇ.ഡി. ഹൈക്കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുള്ളത്. ലിബീഷ്.